نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ വിധിവിലക്കുകൾ ഉൾക്കൊള്ളണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സൂറത്ത് ബഖറയിലെ 21-ാമത്തെ വചനമാണ്, നമുക്കൊക്കെ കാണാപ്പാടമുള്ളൊരു വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. അവനാരാ? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ്. എന്തിനെ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ വചനമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതിന്റെ അർത്ഥമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങിയത്. അൽഹംദുലില്ലാ എന്നതൊരു ഭാഗവും റബ്ബുൽ ആലമീൻ എന്നത് മറ്റൊരു ഭാഗവും ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ സ്തുതി അല്ലാഹുവിന് മാത്രം. എന്താണ് കാരണം? 4 കാര്യങ്ങൾ അല്ലാഹു വിശദീകരിച്ചു തരികയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന് സ്തുതി? അവൻ ആരാ? അവൻ ഒന്ന് റബ്ബുൽ ആലമീൻ, 2 റഹ്മാനാണ്, റഹീമാണ്, മാലിക്. അതിൽ റബ്ബുൽ ആലമീൻ എന്ന ഒരു പദത്തെ സംബന്ധിച്ച്, ആ വാക്കിനെ സംബന്ധിച്ച്
മുസ്ലിമീങ്ങളായ നമ്മൾ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കേണ്ടത് എന്ന് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ജീവിതത്തിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്ന ഒരു ആലോചന. കാരണം നമ്മളെല്ലാവരും നിർബന്ധമായും പറയേണ്ട വാക്കാണല്ലോ അത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്ന മഹോന്നത നാമത്തിന് ശേഷം ഖുർആനിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും ഒരുപാട് അർത്ഥവ്യാപ്തികൾ, ഏറ്റവും പ്രയോഗം, ഏറ്റവും പ്രഭാവവുമുള്ള ശബ്ദമാണ് റബ്ബ് എന്നത്. ഖുർആൻ ആദ്യം എടുത്തു പറഞ്ഞ ഒന്നാമത്തെ അള്ളാഹുവിന്റെ നാമമാണ് അർ-റബ്ബ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നല്ലപോലെ ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ഈ നാമത്തിന്റെ വിശദീകരണം? അർ-റബ്ബു ഹുവ ഇസ്മുൻ അലീമുൻ ലില്ലാഹി ജല്ല വഅല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഏറ്റവും മഹോന്നതമായ നാമമാണ് റബ്ബ് എന്നത്. ഖുർആനില് അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സിഫത്താണ് റബ്ബ് എന്നുള്ളത്. റഹ്മാൻ റഹീം ഒക്കെ ഞാൻ പിന്നീട് കണക്ക് പറഞ്ഞുതരാം. 500-ൽ പരം സ്ഥലങ്ങളിൽ റബ്ബ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഈ വാക്ക് പ്രാർത്ഥനകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിൽ വന്നിട്ടുണ്ട്, അള്ളാഹുവിന് നമ്മൾ ദിക്ർ ചൊല്ലുന്ന സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. അവിടെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് രണ്ട് ഭാഗത്താണ്, രണ്ട് വാക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചരിത്രങ്ങൾ വിശദീകരിക്കുന്നിടത്തുണ്ട്, തൗഹീദ് പറയുന്നിടത്ത് ഈ പദമാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന തന്നെ തൗഹീദാണല്ലോ. ഏതാണ് ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന? നിങ്ങളിങ്ങനെ പരിശോധിച്ച് നോക്കി. ഇഖ്റ ബിസ്മി എന്നുള്ളത് അതിന്റെ അവതരണം മാത്രമാണ്. നമ്മൾ ഖുർആൻ എടുത്തിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒന്നും അറിയില്ല. അയാള് ആദ്യം ഖുർആൻ കാണുകയാണെന്നുണ്ടെങ്കിൽ സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞു, അൽ ബഖറ എടുത്തു, 2-ാമത്തെ അധ്യായം. അതില് മുഅ്മിനീങ്ങളുടെ മഹത്വങ്ങളും മുത്തഖീങ്ങളുടെ മഹത്വം പറഞ്ഞു, മുനാഫിക്കുകളെ പറഞ്ഞു, കാഫിറുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 21-ാമത്തെ വചനത്തിൽ ഒന്നാമത്തെ കൽപ്പന, ആ തൗഹീദിന്റെ കൽപ്പന അല്ലാഹ് തരികയാണ്. യാ അയ്യുഹന്നാസ്. അതിൽ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗമല്ല, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും. ഇതാണ് ഖുർആനിന്റെ ഒന്നാമത്തെ കൽപ്പന. ഇനി നമ്മൾ ഒന്നുകൂടി നോക്കുക. ഖാലല്ലാഹു തആല, അല്ലാഹ് അങ്ങനെ കൂടി പറയുന്നുണ്ട്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർ. നമ്മൾ വജ്ജത്തുല്ലല്ല സൂറത്ത് അൻആമിൽ സൂചിപ്പിച്ചൊരു വചനമാണ്. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരവും, വനുസുക്കി, എന്റെ ബലികർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങളും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു. അതിനാണ്, അവന് പങ്കുകാരില്ല, അതിനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. മൂസാ അലൈഹിസ്സലാമയോട് ഞാൻ പറഞ്ഞു, നിങ്ങളിന്റെ കൂടെ ഇങ്ങനെ വരണം കേട്ടോ. മൂസാ അലൈഹിസ്സലാം ഫറവോന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോ ഫറവോൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഫമൻ റബ്ബുകുമാ യാ മൂസ. മൂസ, നിങ്ങൾ വന്ന് പറയുന്ന നിങ്ങൾ രണ്ടുപേരുടെയും പടച്ചവനാരാ, റബ്ബാരാ? മറ്റൊരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, വമാ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു കൊടുക്കണം എന്തറിയോ? ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അവിടെ എന്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ്, അങ്ങനെയാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ റബ്ബാരാ? അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. വിശ്വാസികളുടെ പ്രഖ്യാപനം പറയുന്നിടത്തുണ്ട്. എന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുന്നുള്ള നിലക്കാണ് ഞാൻ വല്ലാതെ അത് ബയാൻ ചെയ്യാത്ത, കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. നമ്മുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച് അതിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ വർഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ റബ്ബ് എന്ന വാക്കാണ് കൂടുതലായി അള്ളാഹ് കഴിഞ്ഞ അവന്റെ സിഫത്തായി അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. നിരവധി അർത്ഥങ്ങൾ ഈ പദത്തിനുണ്ട്. 3 കാര്യങ്ങൾക്ക് വേണ്ടി വാക്ക് ഉപയോഗിക്കും. 1, യജമാനൻ, ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ. 2, രക്ഷകർത്താവ്, പരിപാലകൻ,
കാര്യങ്ങൾ അന്വേഷിച്ച് മേൽനോട്ടം വഹിക്കുന്നവൻ. നന്നായി പഠിക്കാനട്ടെ ഈ വാക്ക്. മൂന്നാമത്തത് വിധികർത്താവ്, നിയന്താവ്, ഭരണാധിപൻ. വിശാലമായ അർത്ഥമാണ് റബ്ബ് എന്ന വാക്കിനുള്ളത്. ഈ എല്ലാ അർത്ഥങ്ങളും റബ്ബ് എന്ന വാക്ക് ഉൾച്ചേരുന്നുമുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് നമ്മൾ സാധാരണ രക്ഷിതാവ് എന്നാണല്ലോ പറയാറുള്ളത്. അങ്ങനെ ഒരു രക്ഷിതാവ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ ഒതുക്കി നിൽക്കുന്ന പദമല്ല ഈ വാക്ക്. നമുക്ക് ഇതല്ലാതെ ഇതിനർത്ഥം കൊടുക്കാൻ മലയാളത്തിൽ വേറെ കൊടുക്കാൻ ഒരു വാക്കുമില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഉപയോഗിച്ച ഒരു സാങ്കേതിക പദമാണത് എന്ന് പറയാൻ കാരണം. തർബിയത്ത്, വളർത്തുക. തർബിയത്ത് എന്ന വാക്കിൽ നിന്നാണ് റബ്ബ് വരുന്നത്. പരിപാലിക്കുക, ശരിയായ രൂപത്തിൽ വളർത്തിയെടുത്ത് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുക. എങ്ങനെ? ഒരു വസ്തുവിനെ വളർത്തി കൊണ്ടുവന്ന് അതിന്റെ തമാമിൽ, അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നാണ്. ഏതൊന്നിന്റെയും തുടർച്ചയും വളർച്ചയും അതിന്റെ പൂർണ്ണതയും അള്ളാഹുവിന്റെ കൈകളിലാണ്. അതുകൊണ്ടാണ് റബ്ബ്, നേരെ നോക്കണേ, റബ്ബ് എന്ന സിഫത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് ഉലമാ പഠിപ്പിക്കുന്ന അറിയാമോ? അൽ ഹൽഖു വൽ ഇഹ്യാഉ. ഹൽഖ് സൃഷ്ടിപ്പ്, ഇഹ്യാഉ ജീവിപ്പിക്കുക, വൽ ഇമാത മരിപ്പിക്കുക, അർരിസ്ഖ് റിസ്ക് കൊടുക്കുക, അത്തദബ്ബുർ നിയന്ത്രിക്കുക, അൽ ഇൻആം നിഅമത്ത് ചൊരിഞ്ഞു കൊടുക്കുക, അൽ മുൽക്ക് എല്ലാതിന്റെയും ആധിപത്യം നിലനിർത്തുക, വൽ അംർ എല്ലാ കാര്യങ്ങളും നോക്കുക. അപ്പൊ അല്ലാഹ് റബ്ബാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിന്റെ അർത്ഥത്തിൽ വരും. അങ്ങനെ വരുമ്പോ നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, റബ്ബേ റബ്ബേ എന്ന് വിളിക്കണം. അത് എന്തിനാ പറയുന്നത് അറിയാം? നമ്മൾ ഒരു ദിവസം അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പറയണ വാക്ക് ഏതെങ്കിലും റബ്ബാണെന്ന്. ഈ റബ്ബ് എന്ന് പറയുന്നത് കൽബ് കെട്ടി തന്നെ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നലെ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ. വെറുതെ ഒരു കേവലം വായ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട് പറയുന്ന ഒരു ആദര വ്യായാമമല്ല ഏത് ഈ വാക്കിന്റെ അർത്ഥം എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ നാമം റബ്ബ് എന്ന് പറഞ്ഞാൽ മാത്രം എല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഉൾക്കൊള്ളാനും അറിയിക്കാനും കഴിയുന്ന അത്ര വിശാലമാണ് ഈ പദം. അതുകൊണ്ട് തന്നെ ഈ എല്ലാ അർത്ഥത്തിലും റബ്ബായി സർവാത്മന അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഈമാൻ, അതിന്റെ മധുരിമ ഉൾക്കൊള്ളുക. കൊണ്ടാണല്ലോ ഈമാൻ, ഈമാനിന്റെ മധുരിമ എപ്പോഴാണ് നമ്മൾ ഉൾക്കൊള്ളുക? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ബയാൻ എങ്ങനെയാ? റളീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ നബിയ്യൻ വബിൽ ഇസ്ലാമി ദീന. സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രം ഗുണമില്ല, മറിച്ച് തൃപ്തി വരണം. തൃപ്തി അംഗീകരിക്കൽ മാത്രമല്ല തൃപ്തി, തൃപ്തി അതിനേക്കാൾ വലുതാ. അല്ലാഹു, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് ഞാൻ തൃപ്തിപ്പെട്ടു. ബാക്കി നബി അല്ലാഹുവിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനാണ് എന്ന് ഞാൻ തൃപ്തിപ്പെട്ടു. അല്ലെ? ദീനിനെ ഇസ്ലാമായി ഞാൻ തൃപ്തിപ്പെട്ടു, അംഗീകരിച്ചു എന്നല്ല പറയുന്നത്. ഈ അംഗീകാരം ആർക്കും അറിയാം? മുശ്രിക്കുകൾക്കുണ്ട്. അവരോട് ചോദിക്കുക, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അവരെന്തു പറയാ? അല്ലാന്ന് പറയും. പക്ഷെ പിന്നെ എങ്ങനെയാ മുശ്രിക്കായത്? ആ വിശ്വാസമല്ല വേണ്ടത്, മറിച്ച് അള്ളാഹുവിൽ തൃപ്തി വരണോ, അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയണം. എങ്ങനെ അറിയണം? നമുക്കറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്ങനെ അറിയണം? നിങ്ങൾ നോക്കി, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഓതി തന്ന ഖുർആനിലെ 1-ാമത്തെ ആയത്ത്. ഇനി നമ്മൾ പഠിക്കുന്ന, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമായ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആ 5 ആയത്താണ് ആദ്യം ഇറങ്ങിയത്. അവിടെ 2 വട്ടം, ആ 5 ആയത്തിൽ 2 വട്ടം ആരുണ്ട്? റബ്ബുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ചു. എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു. ഇത് മാത്രമല്ല, ഇഖ്റ വ റബ്ബുക്കൽ അക്രം, അത്യുദാരനായ നിന്റെ റബ്ബിനെ കുറിച്ച് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഇഖ്റ വലിയൊരു ചർച്ചയുള്ളൊരു വിഷയമാണത്. അറബി ഈ തഫ്സീറുകളിൽ, അറബിയിലെ തഫ്സീറുകളിൽ ഖറഅ എന്ന് പറഞ്ഞാൽ
ആ വാക്കിന് നേർക്ക് നേരെ അർത്ഥം കൊടുക്കാൻ എന്താ അറിയാം? ഇങ്ങനെ നമ്മൾ വായിച്ചു എന്ന് വായിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ വാ യ ആ 3 വാക്കുകളെയും നമ്മൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോഴാണല്ലോ വായിച്ചു എന്ന് കിട്ടുക. ഇപ്പൊ പുസ്തകം എന്ന് പറയുമ്പോ ആ 4 വാക്കുകളും അക്ഷരങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? ചേർത്ത് വെക്കാണ്. എന്നതുപോലെ നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിനെ നീ ഒന്നിങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ചു നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ എന്തറിയാം? നമ്മളോട് അല്ല പറയാം, നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ മനസ്സിലാക്കിയാൽ റബ്ബിന്റെ വിശാലമായ അർത്ഥം ബോധ്യപ്പെടും. എന്നിട്ട് ഇഖ്റ എന്ന് വായിക്കണം. എങ്ങനെ വായിക്കണം? ഇപ്പൊ ഉഅ്ബുദു റബ്ബക്കും ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങളുടെ മനസ്സിൽ വരണം കേട്ടോ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അവിടെ അല്ല എന്താ പറഞ്ഞത്? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, മുൻഗാമികളെ സൃഷ്ടിച്ചു എന്ന് വെച്ചാല് റബ്ബിന് അർത്ഥം കൊടുത്ത് നേരെ എന്തറിയോ? ഒന്നിനെ ഉണ്ടാക്കുകയും അതിനെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരികയും ഓരോ ഘട്ടത്തിന് ആവശ്യമായത് നൽകി പോഷിപ്പിച്ച് അതിന്റെ പൂർണ്ണതയിലെത്തിക്കുകയും എന്നിട്ട് അതിനെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം നൽകി സൗകര്യങ്ങൾ ഒരുക്കി വെക്കുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. ആണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ. ശരിക്കും ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇതിനൊരു ആയത്ത് ഓതാതെ തന്നെ നിങ്ങളോട് പറഞ്ഞുതരാം. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളോട് അള്ളാഹ് ചോദിച്ചെന്തറിയാം? നമ്മൾ വന്ന വഴിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ റബ്ബിനെ മനസ്സിലാവും. എന്താ വന്ന വഴി? ഹല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. നമുക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടില്ലേ? നീ പറയത്തക്ക ഒരു വസ്തു പോലും ആവാതിരുന്ന ഒരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഞാനത് പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അനിവാര്യമായതും ആവശ്യവുമായ കാര്യങ്ങൾ പടച്ചവൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ വളരെ തുച്ഛം കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? ഒന്ന് അനങ്ങിയിരിക്കി ചിന്തിച്ചു നോക്കി. ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിലെ വളരെ തുച്ഛമായ കാര്യങ്ങൾക്ക്. ഞാൻ നിങ്ങളൊക്കെ തേടുന്ന തേട്ടങ്ങനെ മനസ്സിൽ കണ്ടിട്ട് സ്ഥിരമായി തേടുന്ന കുറെ തേട്ടങ്ങൾ ഉണ്ടാവും. ആ തേട്ടങ്ങൾ വരുന്ന സംഗതികൾ എന്താ? എണ്ണമറ്റ കാര്യങ്ങൾ നാം ചോദിക്കുക പോലും ചെയ്യാതെ, നാം അറിയുക പോലും ചെയ്യാതെ നമുക്ക് വേണ്ടി സദാസമയവും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് റബ്ബുൽ ആലമീൻ. അതാണ് റബ്ബെന്നർത്ഥം. അതുകൊണ്ടാണ് മലയാളത്തിൽ രക്ഷിതാവ് എന്ന് മാത്രം പറഞ്ഞാൽ തീരൂല എന്ന് പറഞ്ഞത്. മുഴുവൻ സൃഷ്ടികൾക്കും ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ആവശ്യമുള്ള സമയത്ത് ചോദിക്കാതെ കണ്ടറിഞ്ഞു നൽകുന്നവൻ അതാ റബ്ബുൽ ആലമീൻ. നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങള്, ആ സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതിനു മുമ്പ് കിട്ടുന്നതിന് മുമ്പ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? രോഗം വരുമ്പോഴല്ലേ അതുവരെ ആസ്വദിച്ച അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്ര കാലം ജീവിച്ചിട്ട് ഒരു രോഗവും വരാതെ കഴിഞ്ഞു പോയപ്പോ ആ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയാ അതിലെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ആരോഗ്യത്തിന് വേണ്ടി തേടിയിട്ടില്ല. എന്നിട്ടും ഇത്രയും കൊല്ലം നമ്മളത് ആസ്വദിച്ചു. നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങള്, നമ്മുടെ ബാഹ്യമായ അവയവങ്ങളെ, നമ്മൾ വസിക്കുന്ന ഭൂമിയെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ, നമ്മൾ ധരിച്ച വസ്ത്രത്തെ എല്ലാം ചോദിക്കാതെ ഒരുക്കി തന്നവൻ. റബ്ബുക്കൽ അക്രം എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മൾ ചോദിക്കുന്നുണ്ട് പടച്ചോനോട് ഇന്ന് കൊണ്ടാ ഏത് ചോദിക്കുന്നത് വളരെ തുച്ഛ അല്ലേ? ഏതോ ഒരു അവയവത്തിന് പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി വേറൊരാളോട് ആവശ്യപ്പെടാൻ തുടങ്ങിയത്. ഞാനത് കുറച്ച് ക്ഷീണത്തിലാട്ടോ. നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം എന്ന് ആരോടെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മൾ അനുഭവിക്കുന്നതിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാ. ഇതൊന്നുമില്ലാത്ത തന്നെ 100,000 എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളില്ലേ? എങ്കിൽ അവനോട്, ആ തന്നവനോട് തേടൽ, അവനെ ഓർക്കൽ ഒരു മനുഷ്യന്റെ മിനിമം ക്വാളിറ്റിയാണ്. ആ മിനിമം ക്വാളിറ്റി എങ്കിലും ഇന്ത്യ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മളല്ല ഏറ്റവും വലിയ അധികാരി എന്ന് പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ,
നീട്ടി പറയാതെ തന്നെ 2-3 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. വഅബ്ദു റബ്ബക്കും തളർഉൻ വഖഫിയ. വളരെ വിനയാന്വിതരായി ഇരുന്ന്, വിനയത്തോടെ ഇരുന്ന്, ഗോപ്യമായ നിലയിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിക്കണം കേട്ടോ. ആ റബ്ബാരാ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർഅ. നമ്മളൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പണി തുടങ്ങിയിട്ട് വൈകുന്നേരം കണ്ടാൽ അതിലെന്തെല്ലാം ന്യൂനതകൾ പറയാനുണ്ടാവും. എഴുത്തുകാരുണ്ടാവും. എഴുതി കഴിഞ്ഞാൽ അയാൾ ആ എഴുതി കഴിഞ്ഞത് രണ്ടാമതൊന്ന് വായിക്കുമ്പോ എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടാവും. ഒരു പ്രസംഗം കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, അള്ള തന്നതില് എവിടെ ന്യൂനത ഉള്ളത്? എവിടെ ന്യൂനത ഉള്ളത്? സൂറത്ത് തബാറക, സൂറത്തുൽ മുൽക്ക് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ എന്തറിയോ? ഹൽ തറാ മിൻ ഫുതൂർ. ഒന്നിരുന്നിട്ട് ഈ സൃഷ്ടിപ്പിലേക്ക്, ഈ പ്രപഞ്ചം എല്ലാതിലേക്കൊന്ന് കണ്ണു തുറഞ്ഞു നോക്ക്, ഒന്നുകൂടി നോക്കടോ. അവിടെ എവിടെയെങ്കിലും വല്ല ന്യൂനതയും കാണുമോ? ഇല്ലെന്ന് മാത്രല്ല, നിന്റെ ദൃഷ്ടി തളർന്ന് പരവശനായി നിന്നിലേക്ക് തിരിച്ചു വരുന്നത് നിനക്ക് കാണാം. ഞാൻ അത് വിശദീകരിക്കല്ല. നമ്മളൊക്കെ ലം യകുൻ ചെയ്യും അത് ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ. നമ്മളൊക്കെ വന്ന വഴി ഏതാ? ബീജവും അണ്ടവും ചേർന്നിട്ടല്ലേ? അതിന് ഇണ ചേരണം. ആ ഇണ ചേരാൻ പ്രായമാകുമ്പോ പരസ്പര ആകർഷണം പടച്ചോൻ തന്നെ നൽകി. നിങ്ങൾ നോക്കിയേ, ബീജത്തിന്റെയും അണ്ടത്തിന്റെയും ഉൽപാദനവും അതിന്റെ സംഭരണവും എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമായ സങ്കീർണമായ പ്രക്രിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബീജോൽപാദനം നടക്കുന്ന നമ്മുടെ ബീജനാളികൾക്ക് 800 അടിയിലധികം വലുപ്പുണ്ട്. പൊതുവെ ബീജങ്ങളെ സൂക്ഷിക്കാൻ അതിലും വലിയ ഒരു അത്ഭുത സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്. കാരണം ശരീര താപനിലയേക്കാളും കുറഞ്ഞ താപനില വേണം. നമ്മുടെ ശരീരത്തിന്റെ ചൂടിൽ സത്യത്തിൽ ഈ ബീജം നിലനിൽക്കൂല. അതുകൊണ്ടാണ് അതിന് പറ്റുന്ന താപനിലയെ കുറയുമ്പോ അതിനെ കൂടുമ്പോ അതിനേക്കാളും കുറഞ്ഞ താപനിലയുള്ള വലിയൊരു വെയർഹൗസ് അന്നവിടെ സംവിധാനിച്ചിട്ടുണ്ട്. സാധാരണ പുരുഷ ശരീരങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. തണുപ്പിനെയും ചൂടിനെയും കൃത്യമായി ബാലൻസ് ചെയ്യാനുള്ള വലിയ സംവിധാനങ്ങളുണ്ട്. ഇനി ആ സംവിധാനം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സംവിധാനങ്ങൾ നോക്കിയേട്ടോ, ചില ജീവികൾക്ക് അതിന്റെ ആ സംവിധാനം സത്യത്തിൽ എവിടെയാണ്? പുറത്തല്ല, അകത്താണ്. ആന പോലുള്ള ജന്തുക്കളൊക്കെ ഞങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ ആന എങ്ങനെയാണ് ഈ പാറ ആ കുന്നിൽ നിന്ന് താഴെ ഇറങ്ങുക? ഈ ആന നടക്കുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ആ വഴി ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ അള്ള സംവിധാനിച്ച സൃഷ്ടിപ്പിന്റെ മഹത്വം അവിടെ തന്നെ കിട്ടും. പടച്ചോൻ ഈ സംവിധാനം അതിനകത്താ വെച്ചത്. ഈ സംവിധാനം ഇവിടെ പുറത്താ വെച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു അവസ്ഥ എല്ലാ സൃഷ്ടിപ്പിലും ഉണ്ടത്. ഞാൻ ഈ ബീജം പറയുമ്പോ അതിന്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളെ മാത്രം പടച്ചോനൊന്നുമല്ല, റബ്ബുൽ ആലമീനാ പടച്ചോൻ. ആരെ? ഒരു എലിക്കുട്ടിയെ പിടിച്ച് വെള്ളത്തിലിട്ട് നോക്കിയേ, അതതിന്റെ ഏറ്റവും കരഭാഗം എവിടെയാണോ അവിടേക്ക് മാത്രമേ അത് വരുള്ളൂ. അതിന്റെ സെൻട്രലിലേക്ക് പോകൂല. ആരാണ് ആ ദിശ പഠിപ്പിച്ചു കൊടുത്തത്? അതാണ് കറാന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞത്. ആര് എന്നൊരു ചോദ്യം അവിടെ കാണും. ആരാണ് ആരാണ് ആരാണ്? ആ ബുദ്ധി എന്ത് സംവദിക്കും നിന്നോട്? ഒരു പൂച്ചക്ക് മീശുണ്ട്. സാധാരണ ശാസ്ത്രീയമായിട്ട് നമ്മളൊക്കെ കാണുന്നത് എന്തിനായിരിക്കും അതിനൊരു മീശ? ശരിക്കും ആ വലിപ്പുള്ളത് ഉണ്ടല്ലോ, ഒരു തല, ഒരു അതിന്റെ തല, അതിന്റെ ദ്വാരത്തിലൂടെ മീശയിൽ തട്ടാതെ തല ഇങ്ങനെ കടത്താൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ചാടാം. കങ്കാരു അതിന്റെ ആ ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ, 3 മാസം കഴിയുമ്പോൾ വീണ്ടും പ്രസവിക്കുക. ആ ഉരക ജന്തുവിന്റെ സ്തനച്ചുണ്ടിൽ നിന്ന് പ്രായം കൂടിയ കുട്ടിക്ക് കിട്ടുന്ന പാല് ഘനം കൂടിയതാണ്, സാന്ദ്രത കൂടിയതാ. ഇപ്പോൾ ഉള്ളതിന് സാന്ദ്രത കുറഞ്ഞതാ. ചാടി ചാടി നടക്കണമ്പോഴാണ് അതിന്റെ പാല് ചുരത്തുക. അതിനെ പടച്ചോൻ നമ്മുടെ നാട്ടിൽ സംവിധാനിച്ചില്ല. എന്താ കാരണം? ഇവിടെ അത് ചാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാട്ടം പറയാന്നറിയോ, പിന്നെ അതിന് ആയുസ് ഉണ്ടാവില്ല. അപ്പൊ അതിന് പറ്റുന്ന സ്ഥലത്താണ് അവിടെ കൊടുത്തത്. ഒട്ടകപ്പക്ഷിയുടെ കാല് ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ തുടയേക്കാളും വലുപ്പമുള്ളതാ. മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം അതിന് ഓടാൻ കഴിയും.
ശത്രു അതിനെ പിടിക്കാൻ വന്നാൽ ഓടി ശത്രുവിന്റെ കണ്ണിൽ നിന്ന് മറയുന്നതും മണ്ണിൽ അതിന്റെ തല പൂഴ്ത്തിയിട്ട് ഒരു കുറ്റി നിൽക്കുന്നത് പോലെ അതിങ്ങനെ നിൽക്കും, അതിന് പിടിക്കാൻ കിട്ടൂല. നിങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന്. പിന്നെ എല്ലാ ജന്തുക്കളും നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന മരം താരതമ്യേന വലുപ്പം കൂടിയ മരമാണെങ്കിൽ അതിന്റെ കായയുടെ വലുപ്പം താരതമ്യേന വളരെ ചെറിയതായിരിക്കും. വലിയ മരങ്ങൾക്ക് ചെറിയ കായ ഉണ്ടാവുക. എന്തല്ലെങ്കിൽ പ്രശ്നം, നമുക്ക് മയ്യത്ത് നിസ്കരിച്ചാനേ നേരം ഉണ്ടാവുള്ളൂ. അള്ളാഹു ഒരുക്കിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഇതിന് അവസാനമല്ല കേട്ടോ. നമ്മുടെ മാത്രം പഠിച്ചോനൊന്നുമല്ല, റബ്ബുൽ ആലമീൻ എന്ന് നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആ റബ്ബിനെ കുറിച്ച് നമുക്ക് എത്ര ആലോചിച്ചാലും നിൽക്കൂല. നമ്മൾ ഉണ്ടായത് എങ്ങനെ എന്നതിനെ കുറിച്ച് ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ആ അള്ളാഹ് പറഞ്ഞു അലക്ക് എന്നുള്ള വാക്ക് പറഞ്ഞു, പിന്നെ മുദ്അ എന്ന് പറഞ്ഞു. 28 ദിവസം ഈ സിക്താണ്ഡത്തിന്റെ പ്രായം വന്നാൽ നമ്മൾ പല്ലിന്റെ അണപ്പല്ലിൽ ഇട്ട് ഇങ്ങനെ കടിച്ചാലുള്ള ഒരു മാംസകഷ്ണത്തിന്റെ രൂപമായിരിക്കും മനുഷ്യന്റെ ആദ്യഘട്ടം. ബയോളജി പഠിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ഒട്ടി നിൽക്കും. പിന്നെ എല്ലാ സംവിധാനവും എവിടെ? അമ്മയുടെ ഗർഭാശയത്തിൽ ഒരുക്കി വെച്ചു. അതിന്റെ വളർച്ച എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ നീളം, 6 സെന്റിമീറ്റർ വീതി, 4 സെന്റിമീറ്റർ ഘനവും മാത്രമുള്ള ചെറിയൊരു അവയവം. ഒരു സ്പൂൺ കടക്കാൻ മാത്രം വലുപ്പമുള്ള ആ കട്ടി കൂടിയ ഈ ചെറിയ അവയവം, ഒരു പ്ലാസ്റ്റിക് സാധനം, ഗർഭധാരണത്തോടുകൂടെ അത് മൃദുലമായി 30 സെന്റിമീറ്ററിലധികം വ്യാസം വന്ന് എന്തെല്ലാം 5 ലിറ്റർ വെള്ളം വരെ കൊള്ളുന്നൊരവസ്ഥ വന്നു. ആർക്ക് വേണ്ടി? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എന്നിട്ടും അള്ളാഹ് നമ്മളെ കൈവിട്ടോ? ലോകത്തെവിടെയും കിട്ടാത്ത അമൂല്യമായ വിഭവങ്ങൾ അമ്മയുടെ നെഞ്ചകത്ത് അള്ളാഹു നിറച്ചു വെച്ചില്ലേ? ആ പാലും ഒരു പശുവിന്റെ പാലും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ഭാഗത്ത് പശുവിന്റെ പാലിന് പ്രോട്ടീനാണ് കൂടുതലെങ്കിൽ ഇവിടെ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ. കാരണം തലച്ചോറിന്റെ വികാസത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം. ശരീരം മാംസം വലുതാവണമെന്നുണ്ടെങ്കിൽ ശരീരം വലുതാവാൻ പ്രോട്ടീൻ വേണം. മനുഷ്യന്റെ തലച്ചോറിന് മാത്രമാണ് വളർച്ചയുള്ളത്. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കി. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ ഇതിനൊരു അവസാനം ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ടാണ് റബ്ബ് എന്ന് മാത്രമല്ല, റബ്ബുൽ ആലമീൻ, ആലം ലോകം, അതിന്റെ ബഹുവചനമാണ് ആലമൂന, ആലമീന ലോകങ്ങൾ, മുഴുവൻ ലോകവും, ലോകത്തിലെ സകലതും. ഏതൊക്കെ? 2 ലോകമുണ്ട്. ഒന്ന് ആലമു ഷഹാദ, ദൃശ്യലോകം. ആലമുൽ ഐബ്, നമുക്ക് അദൃശ്യമായ ലോകം. ഈ ദൃശ്യലോകത്ത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, തലച്ചോറ് ഉപയോഗിച്ച് കണ്ടെത്തിയ ഈ ലോകം, അതിനേക്കാളും എത്രയോ കോടാനക്കോടി വലുപ്പമുള്ളത് വേറെയുണ്ട്. നമ്മൾ കണ്ടതും കാണാത്തതുമായത് എത്രയുണ്ട്? ദൃശ്യലോകം, അദൃശ്യലോകം. ഈ 2 എണ്ണത്തിന്റെയും മനസ്സിലാക്കുക അല്ലെ? ആ 2 എണ്ണത്തിന്റെയും നാഥനാണ് റബ്ബുൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞെന്താന്ന് വെച്ചാൽ, റബ്ബുൽ ആലമീൻ എന്നതിന്റെ ആശയ വ്യാപ്തിക്ക് അറ്റമില്ല. നമ്മുടെ അറിവ് വികസിക്കും തോറും അതിന്റെ വ്യാപ്തിയും വികസിച്ചുകൊണ്ടേയിരിക്കും. കഴിവിന്റെ പരമാവധി അതിന്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു റബ്ബുൽ ആലമീൻ എന്ന ഹംദിന്റെ വാക്കുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അൽഹംദുലില്ലാ എന്ന റബ്ബുൽ ആലമീനെ സ്തുതിക്കുന്ന പദം സഹോദരങ്ങളെ നമ്മുടെ ഖൽബിലേക്ക് ഇറങ്ങിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അത്ഭുതകരമായ മാറ്റം വിശദീകരിക്കാൻ സമയമല്ല. ഒന്നാമത്തെ മാറ്റം എന്തറിയോ? ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ടെൻഷൻ ഇല്ലാത്ത, ബേജാറില്ലാത്ത, വെപ്രാളമില്ലാത്തൊരു ജീവിതം, ശാന്തി നിറഞ്ഞ ജീവിതം നമുക്ക് കിട്ടും. ആണ് അള്ളാഹ് ഒന്നാമതായി നമ്മളോട് പറയണത്. എന്തിനാ ബേജാറാവണം? അള്ളാഹ് നിശ്ചയിച്ച കാര്യങ്ങൾ എല്ലാം റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചത്. റബ്ബേ അൽഹംദുലില്ലാഹ്. കുറേ ബയാൻ ചെയ്യണം, അതിന് വിശദീകരിക്കാൻ സമയമല്ല. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ വെച്ച് ഇറങ്ങി പോകുമ്പോ ആലോചിച്ചിട്ടേ പോകണം കേട്ടോ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും, അത് പലതായും വരും. അത് അള്ളാഹുവിന്റെ യുക്തിയുടെ ഭാഗമാണ്.
ആ പരീക്ഷണത്തിന്റെ പിന്നീട് യുക്തി ഉണ്ടാവും. അത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ചേർത്ത് ആലോചിച്ചാൽ കിട്ടും. ഒന്നാമത്, സമാധാനം നിറഞ്ഞ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം. രണ്ടാമത്, ഈ റബ്ബ് അള്ളാഹുവിനെ റബ്ബായി നമ്മുടെ ഹൃദയത്തിൽ ഊന്നിയാലുള്ളൊരു ഗുണം നിർഭയത്വം കിട്ടും, ധൈര്യവും സ്ഥൈര്യവും നമുക്ക് എമ്പാടും കിട്ടും. വലിയൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരച്ചോട്ടിൽ ഇങ്ങനെ ഇരിക്കല്ല, വിശ്രമിക്കാൻ വേണ്ടി വാളെടുത്തല്ല ഒരു കാട്ടറബി. ആ കാട്ടറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, ഞാൻ ഈ വാള് കൊണ്ട് നിന്നപ്പോ വെട്ടിയാൽ ആരാ നിന്നെ തടയാൻ? ഒരു പരിഭവവും ഇല്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹ് പറഞ്ഞല്ലോ. ആ ധൈര്യമാണ് പറയാൻ പ്രേരിപ്പിച്ചത്. മുൻപിൽ കടല്, പിന്നിൽ ഫറവോന്റെ സൈന്യങ്ങള്, മരണം മുന്നിൽ ഇങ്ങനെ വാവിളർന്ന് നിൽക്കുമ്പോ പേടിച്ചു പോയ ഇസ്രായേലിയര് പറഞ്ഞത്, ഇന്നാല മുതുറക്കൂൻ, നമ്മുടെ കഥ കഴിഞ്ഞു, നാം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അല്ലാഹ് റബ്ബായി എന്നതിന്റെ പൊരുൾ ഉൾക്കൊണ്ടിരുന്ന മൂസാ അലൈഹിസ്സലാം അതിഭീകര പ്രതിസന്ധികൾക്കിടയിൽ തളരാതെ പ്രഖ്യാപിച്ച വാക്കെന്താ? കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. നോക്കണം കേട്ടോ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. റബ്ബ് നമ്മുടെ കൂടെണ്ടപ്പാ, അവൻ നമുക്ക് വഴി കാണിച്ചു തരും. ഒരു ദിവസത്തിൽ 17 തവണ നിർബന്ധമായും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ടില്ല എങ്കിൽ നഷ്ടം തന്നെയാണ് കേട്ടോ. ഞാൻ നമ്മൾ എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ അതിലേക്ക് പറഞ്ഞുതരാം. നമ്മളെ പേടിപ്പിക്കാൻ, നമ്മളെ തളർത്തിക്കളയാൻ ശത്രുക്കൾ നിരന്തരം ശ്രമിക്കും. ആശയപരമായി ഒരിക്കലും യോജിപ്പില്ലാത്ത ആളുകള് നമ്മെ നശിപ്പിക്കുക എന്ന ഒരൊറ്റ പോയിന്റില് തുല്യതയില്ലാത്ത ഐക്യത്തിലാണ് സമകാലിക ലോകത്ത് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാരെ വാക്കുകളും ചേർക്കുക. അനങ്ങിയാൽ സെക്കൻഡിന് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ബൽസിക്കുന്ന, വേദനിപ്പിക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളില്ലേ, എങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ ആ രംഗത്ത് മത്സരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണെങ്കിൽ ഉള്ളിൽ പേടി കട്ട പിടിക്കാത്ത ഒരു മുഅ്മിൻ, ആ മുഅ്മിൻ പറയേണ്ട വാക്കെന്താണ്? അല്ലാഹു റബ്ബി വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്താൻ. ഇദാ റഅയ്തും കസറത്തൽ ബലാൽ, പരീക്ഷണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കണ്ടാൽ, ഫഅക്സിറു റളീനാ ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയൻ വബിൽ ഇസ്ലാമി ദീനൻ ഫൽ ഖുർആൻ വൽ ഖുർആൻ ഹുക്മൻ വ ഇമാമ. ഇതാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ മാത്രം റബ്ബായി സ്വീകരിക്കുന്നവർക്ക് ഈ പറഞ്ഞ റബ്ബ് സ്ഥൈര്യവും ധൈര്യവും ചങ്കൂറ്റവും നിർഭയത്വവും തരും. നമ്മൾ ചൊല്ലിയ റബ്ബ് അങ്ങനത്തവനല്ലേ എന്ന് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ചോദിച്ചിട്ട് പടച്ചവനോട് എപ്പോഴും പറയാൻ നമുക്ക് കഴിയണം. റളീതു ബില്ലാഹ്, ആ റബ്ബാണ് നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്. എപ്പോഴായാലും നമ്മൾ പോകണം. റബ്ബിനെ മറക്കുന്ന ഒരു നിമിഷം ഉണ്ടാവരുത്. പ്രാർത്ഥിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അതിനെ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നാളെ ശനിയാഴ്ച, 2ാം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നമ്മുടെ പള്ളിയിൽ സാധാരണ ഒരു വനിതാ ക്ലാസ് ഉണ്ടാവാറുള്ളത് നാളെയുണ്ട്. എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ അൽഹംദുലില്ലാഹ് എന്നത് റബ്ബുൽ ആലമീൻ എന്നതിലേക്ക് ചേരണം. അതിന് നമുക്ക് റബ്ബിനെ ബോധ്യപ്പെടണം. അവനിലേക്ക് ചേരുന്ന ഹംദിന് മാത്രമേ മീസാന് നിറക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് റബ്ബിനെ അറിയേണ്ട വിധം അറിയണം. നിസ്കാരത്തില് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഒന്ന് നിർത്തി നമ്മുടെ നിസ്കാരത്തിന് ഒരു പുതുമത്വം വരണം. വെറുതെ ഇങ്ങനെ കൈയെട്ടിയിട്ട് ഓടിക്കലല്ല. കൈയെട്ടിയിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ
ഈ ഹംദ് എല്ലാം അവിടേക്ക് ഇങ്ങനെ വരണം. മാത്രമല്ല ആ ഹംദ് അറിഞ്ഞു പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും പറയേണ്ടതെന്ന് വെച്ചാൽ റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയൻ വബിൽ ഇസ്ലാമി ദീന. ഈ വാക്ക് നമ്മൾ കൂടുതൽ പറയണം. അത് പറയാൻ അവസരങ്ങൾ നമുക്ക് ഇപ്പൊ ബാങ്കില് ഹയ്യാല സ്വലാത്തും ഹയ്യാലൽ ഫലാഹും കേൾക്കുമ്പോൾ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയണം. പക്ഷെ ബാക്കിയുള്ളണ്ടല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ കേൾക്കുമ്പോൾ ആ പദം ആവർത്തിച്ച് പറയുന്നതിന്റെ കൂടെ റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയൻ വബിൽ ഇസ്ലാമി ദീന എന്ന് പറയണം. അവസരങ്ങൾ കിട്ടുമ്പോൾ തഹ്മീദുകൾ അൽഹംദുലില്ലാഹ് എന്ന വാക്കുകൾ നമ്മൾ നല്ല വർദ്ധിപ്പിക്കണം. നമ്മൾ നോക്കി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഉറപ്പാണ് ഒരു തെളിച്ചം, ഒരാശ്വാസം, ഒരു ധൈര്യം. നേരത്തെ പറഞ്ഞ സ്ഥൈര്യം ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് തരും. നമ്മളവൻ തളർത്തൂല. ആരൊക്കെ എന്തെല്ലാം ചെയ്താലും നമ്മളായിരിക്കും ഈ ലോകത്ത് ഏറ്റവും വലിയ ആരോഗ്യമുള്ള, മനോബലമുള്ള, മനസ്സമാധാനമുള്ളവർ. അള്ളാഹുവിലേക്ക് അടുത്തു നിൽക്കുക. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് മനസ്സ് തട്ടി പറയാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, കടമകൾ നിർവഹിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ കാരുണ്യത്തിന്റെ ചിറകിനടികൾ കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഓരോ സെക്കൻഡിലും അള്ളാഹുവിനെ ഓർത്തെടുത്ത് അവനെ ഹംദ് ചൊല്ലി അവനിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് സൗഭാഗ്യവും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തന്ന് രണ്ട് ലോകത്തും തുണക്കുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മളെ, നമ്മുടെ കുടുംബത്തെയും ഉമ്മത്തിനെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ജീവിതം മുഴുവനും ഹംദിന്റെ പര്യായമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. سلام على المرسلين والحمد لله.